ഈ വീഡിയോയിൽ നമ്മൾ കുറേ വിഷയങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ എന്തായാലും മാക്സിമം എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കവർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ബാക്കിയുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. കാരണം ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിനകത്ത്. നെതന്യാഹു അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇറാന് വേണ്ടിയിട്ടുള്ള സൂപ്പ് റെഡിയാക്കുകയാണ്. സൂപ്പിൻ്റെ വിശദാംശങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. അടുത്തത് അമേരിക്കയിൽ നിന്നും JD വാൻസ് അർമേനിയ അതേപോലെ അസർബൈജാൻ രണ്ട് രാജ്യങ്ങളും സന്ദർശിക്കുകയാണ്. അർമേനിയ വിസിറ്റ് ഇന്നലെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് അസർബൈജാനിൽ എത്തിയിട്ടുണ്ട്. അസർബൈജാനിൽ അലീവ് പുള്ളിക്കാരൻ എന്ത് പറഞ്ഞാലും ഓക്കെയാണ്. അമേരിക്ക വിളിച്ചാലും ഓക്കെയാണ്, ഇറാൻ വിളിച്ചാലും ഓക്കെയാണ്, റഷ്യക്കാണെങ്കിലും ഓക്കെയാണ്. അപ്പം അങ്ങനെ എല്ലാത്തിലും പങ്കെടുക്കണമെന്നുള്ള താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് അസർബൈജാന്റെ ലീഡർ അലിയവ്. അപ്പം ആ സാഹചര്യത്തിൽ JD വാൻസ് അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ അമേരിക്കയ്ക്ക് ഇതിനകത്ത് താല്പര്യങ്ങൾ വേറെയാണ്. കാരണം ഈ അസർബൈജാനും അർമേനിയയും ഇറാന്റെ തെഹ്റാൻ എന്ന് പറഞ്ഞ ആ ഒരു സിറ്റിയുമായിട്ട് ഏറ്റവും ക്ലോസ് പ്രോക്സിമിറ്റിയിലുള്ള ഒരു അയൽ രാജ്യമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തെഹ്റാനെ ടാർഗറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അസർബൈജാനിൽ നിന്നും അതേപോലെ അർമേനിയയിൽ നിന്നും. ഇതുപോലെ 2-3 വിഷയങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയത്ത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ടൈമിൽ JD വാൻസ് ഈ രണ്ട് രാജ്യങ്ങളും സന്ദർശിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് അമേരിക്ക അർമേനിയയ്ക്ക് ഡ്രോൺ വിൽപ്പന നടത്തിയിട്ടുണ്ട്. അതും കൂടി നമ്മൾ ഇതിനകത്ത് ചേർത്ത് പറയേണ്ടതുണ്ട്. കാരണം ഈ അസർബൈജാനെയും അർമേനിയയും സമാധാന കരാറിലേക്ക് കൊണ്ടുവന്നത് ഡൊണാൾഡ് ട്രംപാണ്. അപ്പോൾ അതേ ട്രംപ് തന്നെ ഇപ്പം അർമേനിയയ്ക്ക് ഡ്രോൺ വിൽക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അതും ഡിഫൻസ് ഡീലാണ്. അസർബൈജാനെതിരെ ആ ഡീൽ മാറുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അസർബൈജാൻ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുമില്ല. അസർബൈജാന് മിണ്ടാട്ടമില്ല. അസർബൈജാൻ അമേരിക്കയ്ക്കെതിരെ ഒരു വാക്ക് പോലും പറയില്ല. പക്ഷേ ഇതേ സമയം ഇന്ത്യ എന്തെങ്കിലുമൊക്കെ ആയുധങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അസർബൈജാന് ഭയങ്കര ബുദ്ധിമുട്ടാവും. അസർബൈജാന് ഭയങ്കരമായിട്ടുള്ള പൊള്ളലേൽക്കും. അസർബൈജാൻ ഉടനെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും. വേണമെങ്കിൽ അവരുടെ സൈഡിലുള്ള ഫൈറ്റർ ജെറ്റുകൾ വരെ കൊടുത്ത് സഹായിക്കാൻ വളരെയധികം താല്പര്യത്തോടു കൂടി പാകിസ്ഥാന്റെ സൈഡിൽ നിലനിൽക്കാൻ വല്ലാത്തൊരു വ്യഗ്രത കാണിക്കുന്ന രാജ്യമാണ് അസർബൈജാൻ. അപ്പം അതായത് അവർക്കറിയാം ആരെ എതിർക്കണം, ആരെ എതിർത്തൂടാ. ഇന്ത്യ ആണെങ്കിൽ നമ്മളൊന്ന് എതിർത്ത് നോക്കാം എന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അസർബൈജാനിലും ആയുധങ്ങൾ കൊണ്ടുവരും. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അർമേനിയയ്ക്ക് ഡ്രോൺ കൊടുത്താൽ അതേ ഡ്രോൺ അസർബൈജാൻ വാങ്ങിക്കും. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ആ രീതിയിലേക്കുള്ള കളികളാണ് നടക്കുന്നത്. അമേരിക്കയ്ക്ക് വേണ്ടത് ഇറാന്റെ അയൽപക്കത്ത് കൃത്യമായിട്ട് സ്ഥലം പിടിക്കുക. യുദ്ധം തുടങ്ങും മുൻപ് തന്നെ തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടാണ് ഈ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. അത് വളരെ വ്യക്തമാണ്. നേരെ നമ്മൾ അമേരിക്കയിലെ നെതന്യാഹുവിന്റെ ആഗ്രഹങ്ങൾ എന്താണ്, നെതന്യാഹു എന്താണ് അവിടെ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് നിലവിലുള്ള അന്തരീക്ഷം. കാരണം നെതന്യാഹുവിന്റെ അമേരിക്കൻ പര്യടനത്തെ ഇറാൻ ഓൾറെഡി തന്നെ വിലയിരുത്തി കഴിഞ്ഞു. ഇറാൻ പറഞ്ഞിരിക്കുന്നത് നെതന്യാഹുവിന്റെ അമേരിക്കൻ സന്ദർശനത്തിനെ ഞങ്ങൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് നോക്കി കാണുന്നത്. തീർച്ചയായിട്ടും ഇതിന് മുമ്പും ഇതേപോലെ നെതന്യാഹു സന്ദർശിച്ച ഇറാനും അമേരിക്കയും തമ്മിൽ ടെൻഷൻ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ എപ്പോഴെല്ലാം നെതന്യാഹു അമേരിക്ക സന്ദർശിച്ചിട്ടുണ്ടോ ആണ് ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ടത്. ഈ കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധം നടത്തിയ സമയത്തും ഇതേപോലെ ഒരു വിസിറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തവണത്തെ വിസിറ്റിന് അതേ രീതിയിലുള്ള ഒരു പ്രാധാന്യം ഇറാന്റെ സൈഡിൽ നിന്നും അവർ കൽപ്പിക്കുന്നുണ്ട്. ഇറാൻ വളരെ ദ്രുതഗതിയിൽ ഇന്ന് 2 രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇന്ത്യ, മറ്റൊന്ന് ഒമാൻ. ഒമാനിലേക്ക് പോയത് അവരുടെ ലാരിജാനി എന്ന് പറഞ്ഞ സെക്രട്ടറി പൊസിഷനിലുള്ള വ്യക്തിയാണ് അവിടെ പോയത്. അതുപോലെ തന്നെ ഇറാന്റെ ഫോറിൻ മിനിസ്ട്രി റെപ്രസെന്റേറ്റീവ് ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യ ഇറാന്റെ 3 എണ്ണക്കപ്പലുകൾ പിടിച്ചെടുത്തതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു നീക്കുപോക്ക് മീഡിയേഷൻ ചർച്ചയ്ക്ക് വേണ്ടി വന്നതാണ്. ആ ചർച്ചയുടെ വിശദാംശങ്ങൾ ഞാൻ നമ്മുടെ ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബലിൽ അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് എല്ലാം കൂടെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ കൺഫ്യൂസ് ആവും. അപ്പോൾ നിലവിൽ ഒമാനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച എന്തിനാണെന്ന് പറഞ്ഞാൽ ഒമാൻ സുൽത്താൻ ലാരിജാനിയെ വിളിച്ച് സംസാരിച്ചു. അതായത് നിങ്ങൾ ഒരുപാട് ഇങ്ങനെ മസിൽ പിടിക്കല്, അമേരിക്കയുമായിട്ട് എന്തിനാണ് ഈ തർക്കത്തിന് പോകുന്നത്, ഒരു വിട്ടുവീഴ്ച ആയിക്കൂടെ, തൽക്കാലം നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതല്ലേ, ഒരു യുദ്ധമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ രാജ്യത്തിനുള്ളിൽ ഭയങ്കര പ്രതിസന്ധിയല്ലേ ഓൾറെഡി എന്നുള്ള രീതിയിലുള്ള ഉപദേശം കൊടുക്കാനാണ് വിളിച്ചത്. പക്ഷേ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ഒരു റെപ്യൂട്ടേഷൻ, ഒരു റെസ്പെക്ട് ഇതൊന്നും ഇല്ലാതെ നമ്മളിങ്ങനെ വെറുതെ ഈ അമേരിക്കയ്ക്ക് അടിപണിഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള നിലയിലാണ് അങ്ങോട്ടൊക്കെ ഇവരുടേതായിട്ടുള്ള കൺസേൺ രേഖപ്പെടുത്തിയത്. അതായത് ഇപ്പം നമ്മൾ മുട്ടുകുത്തുന്നെങ്കിൽ അങ്ങ് ഉടനീളം അമേരിക്കയുടെ കീഴിൽ തന്നെ നമ്മൾ ഇനി കഴിയേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ തയ്യാറല്ല എന്നുള്ള നിലയിലുള്ള എന്തുകൊണ്ടാണ് അടുത്ത ഘട്ട ചർച്ചയ്ക്ക് ഇറാൻ വരുന്നില്ല എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി ഒമാനെ ധരിപ്പിച്ചിട്ടുണ്ട് ഇറാൻ. അത് തീർച്ചയായിട്ടും അവർ കൺവേ ചെയ്തിട്ടുണ്ട് ആ ഒരു മെസ്സേജ് ഒമാൻ്റെ. കാരണം ഒമാനാണല്ലോ മീഡിയേഷൻ ചെയ്ത് എങ്ങനെയെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമാധാനം കൊണ്ടുവന്നേക്കാം, അല്ലെങ്കിൽ ചർച്ചയിലൂടെ പരിഹരിക്കാം എന്നുള്ള ഒരു വ്യവസ്ഥയൊക്കെ വെച്ച് മുന്നോട്ട് പോയിരുന്നത്. തിരിച്ചടി മീൻസ് എന്താണ്? ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു, അതാണ്, വേറെ ഒന്നുമില്ല. നെതന്യാഹു ആണെങ്കിൽ ട്രംപിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഗാസയിൽ വീണ്ടും ആക്രമണം വേണ്ടി വരും, നിങ്ങളിങ്ങനെ സമാധാനം അതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അവിടെ അവന്മാർ റോക്കറ്റും വീണ്ടും ആയുധങ്ങളും പടക്കോപ്പുകളൊക്കെ റെഡിയാക്കിക്കൊണ്ട് ഇസ്രായേലിന് നേരെ റോക്കറ്റ് വിടാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. അവർ ആംബുലൻസുകളിലാണ് ഇതെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. റോക്കറ്റുകൾ ചെറുത്, വലുത്, മീഡിയം സൈസ്, അങ്ങനെ പലതരത്തിലുള്ള റോക്കറ്റുകൾ അവരുടെ പക്കൽ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അത് ഏത് നേരത്തും ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് വന്ന് പതിക്കാം. അതാണ് നിലവിലെ സിറ്റുവേഷൻ. ഇത് വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ട്രംപിൻ്റെ അടുത്ത്. അവിടെ ട്രംപ് ഇന്ന് പത്രസമ്മേളനം നടത്തിയ സമയത്ത് ഗാസയിലുണ്ടായ മരണനിരക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഉയർന്നു. ഏതാണ്ട് 70,000-ലധികം ആൾക്കാർ കൊല്ലപ്പെട്ടല്ലോ ഗാസയിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം, ഈ ഗാസ പീസ് അക്കോർഡുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പറഞ്ഞു, നിങ്ങളുടെ കണക്കിൽ ഇച്ചിരി മിസ്റ്റേക്ക് ഉണ്ട്. 58,000 പേര് ഹമാസ് തീവ്രവാദികളാണ്, ബാക്കിയുള്ളവരാണ് ഈ കൊലാട്രൽ ഡാമേജിൽ വന്ന
ഈ സിവിലിയൻ ഡെത്ത് എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 58,000 പേര് തീവ്രവാദികളാണെന്നാണ്. Hamas has lost 58,000 people. That's big retribution. That's big retribution. People understand that. So, no, I think they're all tired of fighting, and this really gives the whole Middle East. This is beyond Gaza. Gaza is very important, but this is beyond Gaza. 58,000 പേര് ഹമാസ് തീവ്രവാദികളാണെന്നാണ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞിരിക്കുന്നത്. 58,000 പേര് എന്ന് പറയുന്നത് അത് വലിയൊരു നമ്പറാണ് ശരിക്കും. 58,000 പേര് ഹമാസ് തീവ്രവാദികളായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാസയിലെ ശരിക്കും കണക്കുകൾ ഇതിന് നേരെ വിപരീതമാണ്. അൽ ജസീറ കണക്കും ഇതിൽ വിപരീതമാണ്. ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹമാസ് എന്ന് പറഞ്ഞ സംഘടനയിൽ മെമ്പറാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. ബേസിക്കലി അവിടെ കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർ വരെ അവിടെ പഠിപ്പിക്കുന്നത് ഈ ജൂതവിരോധം അവിടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് പഠനങ്ങളിലൂടെ സർവേ ചെയ്തതിലൂടെ അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മോണിറ്റർ ചെയ്തതിലൂടെ കൃത്യമായിട്ട് ഇത് കണ്ടെത്തിയിട്ടുണ്ട്. എന്തിനു വേദം UN വരെ ഇതിനെക്കുറിച്ച് റിപ്പോർട്ടുണ്ട്. ഈ ഗാസയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ ഈ ആന്റി സൈനിസം എന്നുള്ള ആ ഒരു പോർഷൻ എടുത്ത് മാറ്റണം എന്ന് കൃത്യമായിട്ട് പലതവണ UN ഈ സ്റ്റേറ്റ്മെന്റ് ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസിക്കലി അവിടെ ഉള്ളവരെല്ലാം തന്നെ ഈ വികാരം ചുമക്കുന്ന ആൾക്കാർ തന്നെയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ടത്. നെതന്യാഹു ഇന്ന് വൈറ്റ് ഹൗസ് സന്ദർശിക്കുന്ന ആ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ട്രംപ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. If you don't see Hamas disarm in that short amount of time they're giving them, can you tell us what the next steps would be? It'll be horrible for them. Horrible. It's going to be really, really bad for them. ഇപ്പോൾ മെയിനായിട്ട് അവിടെ ഉണ്ടായിരിക്കുന്ന ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഇറാനെ അടിക്കണം ഉറപ്പാണ്. ഞാൻ കഴിഞ്ഞ തവണ തന്നെ ഇതെല്ലാം തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത് തന്നിട്ട് പോയതാണ്. ഇവിടെ സെയിം റോഡ് മാപ്പിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചത്. റെജീം ചേഞ്ചിനുള്ള തയ്യാറെടുപ്പുമായിട്ടുള്ള പ്രതിഷേധങ്ങളും പ്രൊട്ടസ്റ്റുകളെല്ലാം തന്നെ നല്ല രീതിയിൽ അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ഇറാൻ ഇന്റർനെറ്റൊക്കെ ഓഫാക്കിക്കൊണ്ട് പ്രതിഷേധിക്കാൻ വന്ന ആൾക്കാർക്കെതിരെ IRGC തുരുതരാ വെടിവെച്ച് കുറേ ആൾക്കാരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇറാന്റെ ഒഫീഷ്യൽ കണക്ക് തന്നെ ഏതാണ്ട് 4,500ഓളം അവർ പറയുന്നുണ്ട്. അപ്പോൾ ഒഫീഷ്യൽ കണക്ക് തന്നെ 4,500 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൊല്ലപ്പെട്ടവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ദിവസേന വിവിധ തരത്തിലുള്ള ഫൂട്ടേജസ് ഇറാന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അതായത് ഈ മൃതശരീരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ഒരുപാട് വെളിയിൽ വരുന്നുണ്ട്. അതൊക്കെ നമുക്കിവിടെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് എടുത്ത് വെക്കാത്തതാണ്. ഇപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ട്രംപ് പെട്ടെന്ന് വന്നിട്ട് ലെറ്റ്സ് മേക്ക് എ ഡീൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇറാനുമായിട്ട് ചർച്ച നടത്താനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്തു. അവിടെയാണ് ഇസ്രായേലിന് ഇച്ചിരി ദേഷ്യം വന്നത്. അപ്പോൾ ഇസ്രായേലിന് അതിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാലും അമേരിക്കയെ കൂടാതെ ഇപ്പോൾ ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. ആ വിയോജിപ്പിനെ തുടർന്നാണ് നെതന്യാഹു തുടരെ പലതവണയായിട്ട് ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ആക്രമണം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നേടണം, അടുത്ത 10 വർഷം കൊണ്ട് ഇസ്രായേൽ ഇൻഡിപെൻഡന്റ് ആർമി ആയിട്ട് ഡെവലപ്പ് ആവണം എന്നുള്ള സ്റ്റേറ്റ്മെന്റുകളും പ്രസ്താവനകളൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ ട്രംപിനോടുള്ള കലിപ്പായിരുന്നു. ഇപ്പൊ അമേരിക്കയിലെത്തി വീണ്ടും ഒരു ചാർട്ട് ഇട്ടിട്ടുണ്ട്. ആ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഇറാനെ അടിക്കുക, അത് തന്നെയാണ് അവിടെ സൂപ്പ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് അമേരിക്ക ലാഭമില്ലാതെ ഒരു കളിക്കും അവരില്ല. അവിടെ ജൂവിഷ് കമ്മ്യൂണിറ്റി ഒരുപാടുണ്ട് അമേരിക്കയിൽ. അവരൊരുപാട് ഫണ്ട് ടാക്സ് ഇനത്തിലും അല്ലാതെയും പല ഫൈനാൻഷ്യൽ ഫേംസ് ആയിട്ടും US ഫെഡറൽ സിസ്റ്റത്തിനെ സഹായിക്കുന്നുണ്ട്, ഇല്ലാന്നില്ല. അമേരിക്കയിൽ വലിയ തോതിൽ ഫണ്ട് മുടക്കുന്നതിൽ വൻതോതിൽ ഫണ്ട് മുടക്കുന്നതിൽ വലിയ വിഭാഗം ഈ ജൂവിഷ് കമ്മ്യൂണിറ്റി തന്നെയാണ്. അതിൽ യാതൊരു മാറ്റമില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ അത് നിങ്ങൾ ബ്ലാക്ക് റോക്ക് ഉൾപ്പെടെയുള്ള പല സംഘടനകളുടെയും ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എവിടെയൊക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത്, ഗൂഗിൾ ആയിക്കോട്ടെ, കൊക്കോകോള ആയിക്കോട്ടെ, അങ്ങനെ പല കമ്പനികളായിക്കോട്ടെ, JP Morgan ആയിക്കോട്ടെ, ഇവിടെ എല്ലാം തന്നെ ജൂവിഷ് കമ്മ്യൂണിറ്റിയുടെ നിർണായകമായിട്ടുള്ള ഇടപെടലുകളുണ്ട്. അതൊരു സൈഡിലിരിക്കുമ്പോഴും അമേരിക്കയ്ക്ക് എന്താണ് നേട്ടം? കാരണം ഇസ്രായേൽ എന്ന് പറയുമ്പോഴത്തേക്കും സെപ്പറേറ്റ് ഒരു രാജ്യമാണ്. അവർ ഇസ്രായേലിന് വേണ്ടി എല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈ ലെവലിലുള്ള അമേരിക്കയിൽ ഫണ്ട് പേ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഈ ജൂവിഷ് കമ്മ്യൂണിറ്റിയെ തൃപ്തിപ്പെടുത്താനും ആ ഒരു ഫൈനാൻഷ്യൽ ഫ്ലോ അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ ഒരു കൺസിഡർ ചെയ്യുന്നത്. അമേരിക്കയുടെ ഉള്ളിൽ തന്നെ പല നിർണായക പൊസിഷനിലുമുള്ള ആൾക്കാരും ഈ യഹൂദന്മാർ തന്നെയാണ്. ടെക്നോളജി മേഖലയിലായിക്കോട്ടെ, പ്രത്യേകിച്ച് ഡിഫൻസ് മേഖലയിലായിക്കോട്ടെ. ആ സാഹചര്യത്തിൽ ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അമേരിക്ക ബാധ്യസ്ഥരാണ്. പക്ഷേ എന്നാലും അവർക്ക് ലാഭം വേണം. അപ്പോൾ ആ ലാഭം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം നെതന്യാഹു അവിടെ പോയല്ലോ, പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അടിച്ചോളൂ, ഇറാനെ അടിച്ചോളൂ, അതിൻ്റെ എക്സ്പെൻസസ് ഞങ്ങൾ ഏറ്റെടുക്കാം, ഇസ്രായേൽ ഏറ്റെടുക്കാം. ഇസ്രായേലിന് ഫണ്ട് കൊടുക്കാൻ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് ഇസ്രായേലിനെ ഏറ്റെടുക്കാം. ഇസ്രായേൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു ചെറിയ രാജ്യം എന്നുള്ള രീതിയിൽ മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്ന ചെറിയ രാജ്യം എന്നുള്ള നിലയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആഗോള തരത്തിൽ സോവറൻ ഫണ്ടിനെ കുറിച്ചൊക്കെ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു 1.5 വർഷത്തിന് മുമ്പ് ഞാൻ ജൂവിഷ് സോവറൻ ഫണ്ടിനെ കുറിച്ചുള്ള വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഫണ്ടിങ് സിസ്റ്റം ഉണ്ട് അവർക്ക്. അപ്പം അങ്ങനെ നെതന്യാഹുവിന് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ നെതന്യാഹു ഇപ്പോൾ ഇതിൻ്റെ ഇറാനെ അറ്റാക്ക് ചെയ്യുന്നതിനുള്ള ചെലവ് ഞങ്ങൾ ഏറ്റെടുക്കാം. ഇനി അഥവാ ഇറാനെ നിങ്ങൾ അറ്റാക്ക് ചെയ്ത് അവിടെ റെജീം ചേഞ്ച് വന്ന് അവിടുത്തെ ഓയിൽ, അതേപോലെ ഇറാന്റെ അസറ്റുകൾ, അതേപോലെ ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോഗ്രാം ചെയ്യുന്ന സ്ഥലങ്ങൾ, ഇതെല്ലാം തന്നെ അമേരിക്കയുടെ കൺട്രോൾ വന്നു കഴിഞ്ഞാൽ
ഇസ്രായേൽ പേ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അതേസമയം അഥവാ ഇറാന് വേണ്ടി ഒരുക്കുന്ന കെണി ഇച്ചിരി പാളി വീണ്ടും തിരിച്ചു പോകേണ്ടി വന്നു. ഇതേ റെജീം തന്നെ തുടരുന്നുണ്ട്. അപ്പം കുറേ രാജ്യങ്ങളൊക്കെ ചേർന്ന് ഒരു ഡിപ്ലോമാറ്റിക് പ്രഷറൊക്കെ ഇട്ട് ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ ഒരു നിശ്ചിത കാലയളവിൽ ആക്രമണം നടത്തി അതിൽ നിന്നും ഒരു പീസ് ട്രീറ്റിയൊക്കെ വന്ന് രണ്ടുപേരും കൂടി ഡീലിലെത്തുന്നുവെങ്കിൽ, അഥവാ ഇറാൻ ന്യൂക്ലിയർ ഡീൽ സൈൻ ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് ഓപ്പണായിട്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ പണി പാളും. അപ്പോൾ അങ്ങനെ പണി പാളുന്നെങ്കിൽ ഇസ്രായേൽ പേ ചെയ്യും. പണി പാളുന്നില്ല, അറ്റാക്ക് തുടരുന്നു, അമേരിക്ക ഉദ്ദേശിക്കുന്ന പോലെ അമേരിക്കയ്ക്ക് എല്ലാ ലെവറേജസും അവിടെ നിന്ന് കിട്ടുന്നുവെങ്കിൽ പിന്നെ ഓക്കെയാണ്, ഇസ്രായേൽ പേ ചെയ്യേണ്ടതില്ല. ഏതെങ്കിലും തരത്തിലൊരു ബെനിഫിറ്റ്, ഒരു ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടണമല്ലോ. ആ ഒരു പൊസിഷനിലാണ് ഇപ്പം ഇസ്രായേൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് ഇറാന് വേണ്ടിയിട്ടുള്ള സ്കെച്ച് പൂർണ്ണമായി തയ്യാറായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ന് തന്നെ അൽ-ഉദൈദ് ബേസ് ആയിക്കോട്ടെ, അതേപോലെ ജോർദാനിലുള്ള ബേസ് ആയിക്കോട്ടെ, 2 ബേസുകളിലും താഡ് THAAD സിസ്റ്റം മൊത്തത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ്. അതെല്ലാം ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് വർക്കിംഗ് കണ്ടീഷനിൽ റെഡിയാക്കിയിരിക്കുകയാണ്. അതുപോലെ US-ന്റെ മിഡിൽ ഈസ്റ്റ് ഭാഗത്തുള്ള പല ബേസുകളിലും കംപ്ലീറ്റ് എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് വാറിന് തയ്യാറായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം അമേരിക്ക ഇറാനെ ചുറ്റി വളഞ്ഞിരിക്കുന്നത്. ട്രംപ് ആണെങ്കിൽ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഇറാനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല, ഒരു ട്വീറ്റ് ഇല്ല, ഒന്നുമില്ല. അതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഞായറാഴ്ച എങ്ങാണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഗോൾഫ് കളിക്കാൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് പോയി, അത്രയേ ഉള്ളൂ. നല്ലത് പ്രതീക്ഷിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് പോയതാണ്. പിന്നീട് ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല, ഇതുവരെ ഒരു ട്വീറ്റ് ഇട്ടിട്ടില്ല. അപ്പോൾ ഈ സൈലൻസ്, അപ്പോൾ ഈ ട്രംപിന്റെ ഈ സൈലൻസ് ഒരു ഡേഞ്ചർ സൈൻ ആയിട്ടാണ് പൊതുവിൽ മനസ്സിലാക്കുന്നത്. അതേപോലെ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അമേരിക്കൻ സന്ദർശനവും ഇറാൻ മാത്രമല്ല മിഡിൽ ഈസ്റ്റിലൊട്ടാകെ ആഗോളതലത്തിൽ തന്നെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ ആയിട്ടാണ് ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത്. ഇസ്രായേലിലുള്ള അമേരിക്കൻ അംബാസിഡർ പറഞ്ഞിരിക്കുന്നത് റെജീം ചേഞ്ച് ഇൻ ഇറാൻ മാൻഡേറ്ററി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെജീം ചേഞ്ച് അനിവാര്യമാണ്, അല്ലാതെ അതിൽ കവിഞ്ഞുള്ള ഒരു പരിപാടിക്കില്ല. അതാണ് ഇസ്രായേലിന്റെ നിലപാട്. അടിച്ചേ മതിയാവൂ, പക്ഷേ അമേരിക്കയെ വെച്ച് ഇത്തവണ അടിക്കണം ഇസ്രായേൽ. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇറാന്റെ 1, 2, 3, 4, 5 മിസൈലുകൾ പോലും ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് വന്ന് വീഴാൻ പാടില്ല. ഇസ്രായേലിന് അത് സഹിക്കാനും പറ്റത്തില്ല. ഇസ്രായേലിന് അതിനുള്ള കപ്പാസിറ്റി ഇല്ല, ഒന്നാമത്തെ കാര്യം. കാരണം ഇറാന്റെ മിസൈലിൽ അവർ മാക്സിമം മിസൈലുകളൊക്കെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അത് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇസ്രായേലിന്റെ ടെക്നോളജി ആണെങ്കിൽ തന്നെയും 1, 2 മിസൈലുകൾ മിസ്സായി ഇസ്രായേലിന്റെ ഉള്ളിൽ പതിക്കുന്നത് പോലും ആ ഒരു ആഘാതം പോലും ഇസ്രായേലിന് താങ്ങാൻ വയ്യ. കാരണം വളരെ ചെറിയ സ്ഥലമാണ്, അപ്പോൾ അതിന് ഡാമേജ് വളരെ വലുതാണ്. അതുകൊണ്ടാണ് നെതന്യാഹു ഇത്തവണ ബുദ്ധിപരമായിട്ട് പ്ലാൻ ചെയ്ത് അമേരിക്കയെ കൊണ്ട് അടിക്കാം, നമ്മൾ വെറുതെ നോക്കി നിൽക്കാം. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഇറാൻ ഇസ്രായേലാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് അടിക്കാൻ പറ്റില്ലല്ലോ. ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരക്ചി സീനിയർ കമാൻഡേഴ്സിന്റെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂടിയിട്ടുണ്ട്, ഉന്നതതല യോഗം. അവരും പ്രതീക്ഷിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം നെതന്യാഹു ആണ് അമേരിക്ക പോയിരിക്കുന്നത്. അപ്പോൾ എന്തും സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് ഗെറ്റ് റെഡി ഫോർ എനിത്തിങ്. അതിനെ തുടർന്ന് ഇറാന്റെ ഉള്ളിലാണെങ്കിൽ അവർ പരീക്ഷണങ്ങളോട് പരീക്ഷണം, പല തരത്തിൽ അവർ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു സൈഡിൽ. അതിൻ്റെ ഇടയ്ക്ക് സൗത്ത് തെഹ്റാൻ സൈഡിൽ ഒരു പവർ പ്ലാന്റ് കൂളിംഗ് സിസ്റ്റം അത് മൊത്തത്തിൽ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പൊട്ടിത്തെറിക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ ഈ തുടരെ ഇറാന്റെ ഉള്ളിലുള്ള പൊട്ടിത്തെറികൾ, ഒരു നിശ്ചിത ഗ്യാപ്പിൽ പൊട്ടിത്തെറികൾ തുടരെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇറാന്റെ ഉള്ളിൽ. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഇതുവരെ ഇറാൻ ഗവൺമെന്റിന് പോലും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടയ്ക്ക് ഇറാനും ചൈനയും തമ്മിൽ J-20 ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീൽ ഇന്നലെ സൈൻ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ വളരെ ലേറ്റ് ആയി പോയി. ഇതൊക്കെ പണ്ടേ വാങ്ങിച്ചു വെക്കേണ്ടതായിരുന്നു. ഇനി എപ്പോൾ ചൈന ഇതൊക്കെ റെഡിയാക്കി ഇനി ഇറാന്റെ ഉള്ളിലേക്ക് കൊണ്ട് ഡെലിവറി ചെയ്യാൻ? ഇനി അഥവാ അത് ഡെലിവറി ചെയ്യുന്നെങ്കിൽ തന്നെയും അമേരിക്കയുടെ ഭീഷണി നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത് ചൈനയെ ഏത് രീതിയിൽ ബാധിക്കുമെന്നും ചൈന ചിന്തിക്കുന്നുണ്ട്. അവിടെ ഒരു സൈഡിൽ ക്യൂബ കടന്ന് കരച്ചിൽ. ക്യൂബയ്ക്കെതിരെ ട്രംപ് എടുത്തിരിക്കുന്ന നിലപാട് ഒട്ടും ശരിയല്ല, മനുഷ്യത്വപരമല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെയും നിലപാട്. ഒരു രാജ്യത്തിൻ്റെ എനർജി റിസോഴ്സ് മൊത്തത്തിൽ മുടക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല. ആ രാജ്യത്ത് കമോഡിറ്റിയിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അത് ബസ് സർവീസസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതായിക്കോട്ടെ. ട്രംപ് എടുത്തിരിക്കുന്ന ഈ ഒരു നിലപാട് ശരിക്കും മനുഷ്യത്വരഹിതമാണ്. ശരിക്കും അമേരിക്കയുടെ പവർ പൊളിറ്റിക്സിൽ, അതായത് ഞാനാണ് ലോക പോലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ആൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ട്രംപ് പല സാഹചര്യങ്ങളിലും ഇമാതിരിപ്പെട്ട പല സാഹചര്യങ്ങളിലും ഇത്തരത്തിലുള്ള റൂഡ് മനോഭാവം കൊണ്ടു നടക്കുന്നുണ്ട്. ഇതൊട്ടും ശരിയല്ല. ശരിക്കും സമാധാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ക്രൂരനായ ചക്രവർത്തിയെ പോലെയാണ് ട്രംപ് പെരുമാറുന്നത് പലപ്പോഴും. ഇന്ത്യക്ക് ഡീലൊക്കെ സൈനായി, അതൊരു സൈഡിലിരിക്കട്ടെ. ഇന്ത്യക്ക് മാത്രമല്ല, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുമായിട്ടും ഡീല് അമേരിക്ക റെഡിയാക്കുന്നുണ്ട്. ഇന്ത്യക്ക് ഒരിക്കലും ഗുണകരമല്ലാത്ത രീതിയിലാണ് മറ്റു പല ഇന്ത്യയുടെ നെയ്ബർ രാജ്യങ്ങളുമായിട്ടും അമേരിക്കയുടെ ഇപ്പോഴത്തെ ഇടപാട്. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. കൊളംബിയയുടെ പ്രസിഡന്റുമായിട്ട് ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ട്രംപ് ചർച്ച നടത്തി കൈ കൊടുത്ത് പിരിഞ്ഞത്. അതിനെ തുടർന്ന് ഒരു സബ്മറൈനിൽ $441 മില്യൺ വർത്ത് വരുന്ന 10 ടൺ മയക്കുമരുന്ന് കടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സബ്മറൈൻ, അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന 2-3 ബോട്ടുകൾ, ഇതെല്ലാം തന്നെ അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുകയാണ്. ആക്രമണം നടത്തി അതിനെ ചിന്നാഭിന്നമാക്കിയിരിക്കുകയാണ്, അടിച്ച് കടലിൽ വെച്ചിട്ട്. എന്നിട്ട് അമേരിക്ക അതിന് റീസൺ പറഞ്ഞിരിക്കുന്നത്, ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് റീസൺ പറഞ്ഞിരിക്കുന്നത്, കൊളംബിയയിൽ നിന്നും അമേരിക്കയിലോട്ട് മയക്കുമരുന്ന് കടത്തുന്നതിൻ്റെ ഇടയിലാണ് അമേരിക്ക അതിനെ കണ്ടെത്തി ആക്രമണം നടത്തിയതായിട്ട് വാർത്ത പബ്ലിഷ് ചെയ്തിട്ടുണ്ട്.
പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ പഴയ വീഡിയോ ആണ്. ഈ പഴയ വീഡിയോ എടുത്താണ് അമേരിക്ക തന്നെ ഫോർജ് ചെയ്ത് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്തുമാത്രം അപമാനകരമാണിത്. ശരിക്കും അമേരിക്കയെ പോലത്തെ ഒരു രാജ്യം, ലോക പോലീസ് ഞങ്ങളാണ് ടെക്നോളജിയുടെ അങ്ങേ അറ്റം എന്നുള്ള നിലയിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മിനിറ്റിന് അമേരിക്ക ഗ്രേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രംപിന്റെ ടീമിന് പറ്റുന്ന അബദ്ധങ്ങളാണ് ഇതൊക്കെ. അത് വെറുതെ അതുവഴി കടന്നുപോയ സബ്മറൈനും ബോട്ടുകളെയും അടിച്ച് നശിപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് എത്ര പേര് കൊല്ലപ്പെട്ടു എന്നുള്ളതൊക്കെ ഇനിയിപ്പം നാളെ മറ്റന്നാൾ വാർത്തയിൽ അറിയാൻ പറ്റും. കൊളംബിയ ഒഫീഷ്യലി അത് അനൗൺസ് ചെയ്യുക. ഞാനൊരു കാര്യം ചോദിക്കുന്നത് വെച്ചാൽ, വെനിസുലയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള നിക്കോളസ് മദുറോവിനെ കടത്തിക്കൊണ്ടുപോയത് എന്തുകൊണ്ടാണ്? അയാൾ ത്രൂ ആണ് അമേരിക്കയിൽ കംപ്ലീറ്റ് മരുന്നും വരുന്നതെന്ന് പറഞ്ഞിട്ടാണ് അയാൾക്കെതിരെ കൊണ്ടിട്ട് 1.5 മാസം അവിടെ എയർക്രാഫ്റ്റ് കരിയറൊക്കെ കൊണ്ടിട്ടിട്ട് അയാളെ പിടിച്ചുകൊണ്ട് പോയത്. ഇപ്പോൾ അമേരിക്കയുടെ ഉള്ളിൽ മരുന്ന് വരവൊക്കെ നിന്നോ? ജസ്റ്റ് ഒരു ഡൗട്ടാണ്. ഇപ്പം വീണ്ടും കൊളംബിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മരുന്ന് കടത്തുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് എന്തിനാണ്? അതും ഫേക്ക് ആയിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്ത് പബ്ലിഷ് ചെയ്തുകൊണ്ട് എന്ത് താല്പര്യം സംരക്ഷിക്കാൻ? അതായത് വളരെ വളരെ മോശപ്പെട്ട കാലഘട്ടത്തിലൂടെയാണ് US കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രംപിന് മാത്രമാണ് ഇത് നല്ലതെന്ന് തോന്നുന്നത്. ബാക്കിയുള്ള ആൾക്കാർക്ക് അത് നല്ലതായിട്ട് തോന്നുന്നില്ല. മനുഷ്യത്വമുള്ള ആൾക്കാർക്ക് ട്രംപ് കാണിക്കുന്ന പ്രവൃത്തി നല്ലതാണെന്ന് അംഗീകരിക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് പുള്ളിയുടെ പെരുമാറ്റം. അതുപോലെ എപ്സ്റ്റീൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഉള്ളിലായിട്ട് അന്ന് അണ്ടർ ഏജിലുള്ള കുട്ടികളായിട്ടിരുന്ന് ഈ വിഷയം പുറത്തു പറയാൻ മടി കാണിച്ചിരുന്ന ആ ഒരു പ്രായത്തിൽ പുറത്തു പറയാനുള്ള കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിൽ ഒരു ഇൻഹിബിഷനുള്ള കുട്ടികളൊക്കെ ഇപ്പം പുറത്തു വന്ന് പറയുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ ഇപ്പം വെളിപ്പെടുത്തലുമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതിനെ ട്രംപിന്റെ പുറകിൽ നിൽക്കുന്ന ട്രംപിന്റെ അനുയായികളെല്ലാം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ഉത്തരവാദിത്തപ്പെട്ട ചോദ്യം ചോദിക്കുമ്പോൾ, അതായത് അന്ന് പീഡോഫൈലിക് എന്നുള്ള നിലയിലുള്ള കേസുകളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഇവര് ചിരിച്ചു തള്ളുകയാണ്, ചിരിച്ചങ്ങ് തള്ളുകയാണ്. ട്രംപിന്റെ മകൾക്കാണ് ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ട്രംപ് ഇങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ട്രംപ് അതിനെ വളരെ ലാഘവത്തോടു കൂടി ചിരിച്ചു തള്ളി നിസ്സാരവൽക്കരിക്കുകയാണ്. അതായത് ഇതൊന്നൊരു വിഷയമേ അല്ല, നീ എന്താണ് കുട്ടി പറയുന്നത്, 1990-ലൊക്കെ നടന്നതിനൊക്കെ ഇപ്പോഴൊക്കെ കേസെടുക്കാൻ പറ്റുമോ? അങ്ങനത്തെ അവസ്ഥയിലേക്ക് അധപ്പതിച്ചിരിക്കുകയാണ് അമേരിക്കയിലെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ. പൊതുജനങ്ങൾ ഈ എപ്സ്റ്റീൻ ഫയലിനെ ഇങ്ങനെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. അമേരിക്കയുടെ ഉള്ളിൽ പൊതുജനങ്ങൾ ഇപ്പോൾ കാര്യമായ രീതിയിൽ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടികൾ പുറത്തു വന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ അവർ പുറത്ത് പറഞ്ഞു തുടങ്ങിയതോടുകൂടി ഈ വിഷയം വീണ്ടും അവിടെ അമേരിക്കയുടെ ഉള്ളിൽ കത്തിപ്പടരുകയാണ്. ശരിക്കും ട്രംപിന് ഇതൊരു കുരുക്കായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ട്രംപ് എത്രത്തോളം അതിനിങ്ങനെ പല്ലിളിച്ച് തള്ളിക്കളഞ്ഞാലും തീർച്ചയായിട്ടും ഈ കെണി ട്രംപിന് തന്നെ വന്ന് ഭവിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഇസ്രായേലിനെ കുറിച്ച് 2 അലിഗേഷൻസ്, അത് 2 വിഷയങ്ങളിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ UK, ഫ്രാൻസ് എല്ലാം തന്നെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. നമ്പർ 1, വെസ്റ്റ് ബാങ്ക് അനക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട ബില്ല് ഇസ്രായേലിന്റെ പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുണ്ട്. അതിനെ തുടർന്ന് UK, ജർമ്മനി, അങ്ങനെ പല രാജ്യങ്ങൾ, യൂറോപ്പ് മേഖലയിലുള്ള പല രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം, അതായത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ ഒഴിവാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ഒഴിവാക്കുമോ നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെ വെസ്റ്റ് ബാങ്ക് അനക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട ബില്ല് പാസ്സായിട്ടുണ്ട്. ഗാസയുടെ മറവിൽ നടക്കുന്നതെല്ലാം തന്നെ വെസ്റ്റ് ബാങ്ക് അനക്സേഷനാണ്. അതാണ് മെയിനായിട്ട് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. വെസ്റ്റ് ബാങ്ക് ആണ് മെയിൻ ആണ്, ഗാസ സബാണ്. അതുപോലെ ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ വേപ്പറൈസിങ് ബോംബ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളൊരു അലിഗേഷൻ. ഇത് അലിഗേഷനാണ്, കോൺസ്പിറസി ആവാം. അങ്ങനെ വേപ്പറൈസ് ചെയ്യാനുള്ള ബോംബ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 70,000 പേര് മരിച്ചു എന്ന് പറഞ്ഞുള്ള കണക്കെടുക്കാൻ പറ്റില്ലല്ലോ. ഈ വേപ്പറൈസിങ് ബോംബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇനി അഥവാ ഇസ്രായേലിന്റെ ബന്ദികൾ തന്നെ ഇതിൽ പെട്ടുപോകാനുള്ള സാധ്യതയില്ലേ? വേപ്പറൈസർ ബോംബ് എന്നുള്ള സംവിധാനമൊന്നും ഇസ്രായേലിന്റെ പക്കൽ ഇല്ല എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അൽ ജസീറ വ്യക്തമായിട്ട് ഈ ആരോപണം മുന്നോട്ട് വെക്കുന്നുണ്ട്. അമേരിക്കയുടെ വാർ സെക്രട്ടറി പീറ്റർ ഹെഗ്സെത്ത് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ ഇത്തവണ വെപ്പൺ സെയിലിൽ നമ്പർ 1 ആയിട്ട് മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്പർ 1 ആയിട്ട് മാറും, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. കാരണം റഷ്യ ഉക്രൈൻ യുദ്ധം, ഇവിടെ ഇസ്രായേൽ ഗാസ, ഇസ്രായേൽ ലെബനാൻ, ഇസ്രായേൽ ഇറാൻ, വെപ്പൺ സെയിൽ തകൃതിയായിട്ട് കൂടുമല്ലേ. അതുകൂടാതെ താരിഫ് വെച്ചിട്ട് പല രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തി പല ഡീലുകളും സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം അർമേനിയയ്ക്ക് ഡ്രോൺ കൊടുക്കുന്നുണ്ട്. ഇപ്പം അസർബൈജാനുമായിട്ട് അടുത്ത ഡീൽ. ഇപ്പം ഇറാന്റെ പേരും പറഞ്ഞിട്ട് മിഡിൽ ഈസ്റ്റിൽ കൊണ്ട് ഇറക്കി വെച്ചിരിക്കുന്ന ആയുധങ്ങൾക്ക് കൈ കണക്കില്ല. അതിന്റെ ചെലവിന് ഇസ്രായേൽ ഏറ്റെടുക്കും. തീർച്ചയായിട്ടും ആയുധ വിൽപ്പന കൂടും, കൂടാതിരിക്കുമോ? ഒരിക്കലും ഇല്ല. യുദ്ധങ്ങളിൽ പരമാവധി ഇതിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോയത് ജോ ബൈഡനാണ്. ജോ ബൈഡനെ മിനിറ്റിന് കുറ്റം പറയുന്ന ഡൊണാൾഡ് ട്രംപ്, ജോ ബൈഡൻ സ്ലീപ്പി ഫേസ് എന്നൊക്കെയാണ് എപ്പോഴും പറയുന്നത്. ആ പുള്ളിക്കാരൻ തുടങ്ങി വെച്ച യുദ്ധമാണ് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം. അപ്പം ഇപ്പം ഇവർ വന്നിട്ട് വലിച്ചഴിച്ച് ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ഇന്റൻസിഫൈഡ് ആയിട്ട് ആക്രമണം നടന്നത് ട്രംപ് വന്നതിന് ശേഷമാണ്. അതിന്റെ ഗ്രാഫ് അങ്ങനെയാണ് പറയുന്നത്. ജോ ബൈഡൻ ഉണ്ടായിരുന്ന സമയത്ത് അമേരിക്കയുടെ ഒരു സപ്പോർട്ട് ഉക്രൈൻ ഉണ്ട് എന്നുള്ള ഒരു കരുതലിൽ റഷ്യ ആക്രമണം കുറച്ച് റഷ്യയുടെ സൈഡിൽ നിന്ന് വരുന്ന ആക്രമണങ്ങൾക്ക് ഒരു മിതത്വം ഉണ്ടായിരുന്നു. അത്ര അഗ്രസീവായിട്ട് അറ്റാക്ക് നടത്തിയില്ല. കാരണം ഇനി അമേരിക്ക ഡയറക്റ്റായിട്ട് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്താലോ എന്നുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരിക്കാം റഷ്യക്ക്. അപ്പോൾ അമേരിക്കയുമായിട്ട് ഡയറക്റ്റായിട്ട് ഒരു കൺഫ്രണ്ടേഷൻ വേണ്ട എന്നുള്ള നിലയിൽ. പക്ഷേ അതേസമയം ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിട്ട് എപ്പോഴാണോ ഉക്രൈനെതിരെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു തുടങ്ങിയത്, അത് കഴിഞ്ഞിട്ടാണ് റഷ്യ ഏറ്റവും കൂടുതൽ അഗ്രസീവായിട്ട് ആക്രമണം നടത്തിയത് റിപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ ഈ അറ്റാക്കിന്റെ ഗ്രാഫ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. ആ രീതിയിലാണ് റഷ്യയും ഉക്രൈനും ട്രംപിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞ 1 വർഷം കൊണ്ട് അത്ര അഗ്രസീവായിട്ടാണ് 2 രാജ്യങ്ങളും യുദ്ധം നടത്തിയിരിക്കുന്നത്. ഏതാണ്ട് 48 ബില്യന്റെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ഏതാണ്ട് 10 മാസം കൊണ്ട് കിട്ടിയ കണക്കാണ് അമേരിക്കയുടെ വാർ സെക്രട്ടറി ആയിട്ടുള്ള പീറ്റർ ഹെഗ്സെത്ത് പറഞ്ഞു വെച്ചത്.
ഇറാൻ ഒരു ഡീലിലേക്ക് വരുന്നതായിരിക്കും അവർക്ക് നല്ലത്. ട്രംപ് ഓഫർ ചെയ്തിരിക്കുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് ഓഫർ ചെയ്തിരിക്കുന്നത് ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഓപ്പർച്യൂണിറ്റിയിലെങ്കിലും അവർ പിടിച്ചു കയറി മുന്നോട്ട് വരുന്നതായിരിക്കും അവർക്ക് നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ അവസ്ഥ ഗുരുതരമായിരിക്കും എന്നുള്ള വാണിംഗ് പ്ലസ് അഡ്വൈസ് രണ്ടും കൊടുത്തിട്ടുണ്ട് പീറ്റർ ഹെഗ്സത്ത്. ചൈന വളരെ ശക്തമായിട്ട് ക്യൂബയോടൊപ്പം നിന്നുകൊണ്ടൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ചൈന പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ക്യൂബയിൽ നടത്തുന്നത് ജനസൈഡ് ആണെന്നാണ് ചൈനയുടെ വാദം. പിന്നെ ഫെബ്രുവരി 17, 18, 19 3 ദിവസങ്ങളിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ഭാര്യയും ഇന്ത്യ സന്ദർശിക്കും. അതിൽ തീർച്ചയായിട്ടും അന്ന് തന്നെ ഈ റഫേൽ ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട 114 റഫേൽ ഫൈറ്റർ ജെറ്റ് ഇന്ത്യ വാങ്ങിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഡീൽ അന്ന് സൈൻ ചെയ്യും. അതേപോലെ തന്നെ സ്കാൽപ്പ് മിസൈൽസിന്റെ 150 സ്കാൽപ്പ് മിസൈൽസിന്റെ ഓർഡറും അന്ന് സൈൻ ചെയ്യും. അപ്പം ഇനിയിപ്പം പുള്ളിക്കാരൻ വന്നതിന് ശേഷം ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിശേഷങ്ങളൊക്കെ കാണാൻ കഴിയും. കാരണം കഴിഞ്ഞ തവണയും മാക്രോൺ വന്നിട്ട് രാജസ്ഥാൻ, അതേപോലെ ജയ്പൂർ അവിടെയൊക്കെ റോഡ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തവണ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടാവുമായിരിക്കും. തീർച്ചയായിട്ടും മാക്രോണിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു ലോട്ടറിയാണ്. ഇപ്പം നമ്മൾ റഫേൽ വാങ്ങിക്കുന്നതുകൊണ്ട് തന്നെ മാക്രോൺ ഡബിൾ ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.